തീയതി 2/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഡബിൾ അഹിംസകരായ ആത്മീയ സേനയാണ്. നിങ്ങൾക്ക് ശ്രീമത് അനുസരിച്ച് തൻ്റെ ദൈവിക രാജധാനി സ്ഥാപിക്കേണ്ടതുണ്ട്. ചോദ്യം: ആത്മീയ സേവാധാരികളായ നിങ്ങൾ കുട്ടികൾ എല്ലാവർക്കും ഏതൊരു കാര്യത്തിൻ്റെ മുന്നറിയിപ്പാണ് നൽകുന്നത്? ഉത്തരം: നിങ്ങൾ ഏവർക്കും മുന്നറിയിപ്പ് നൽകുന്നു. ഇത് അതേ മഹാഭാരത യുദ്ധത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ പഴയ ലോകം വിനാശമാകണം. ബാബ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. വിനാശത്തിന് ശേഷം വീണ്ടും ജയ ജയ ഘോഷം ഉണ്ടാകും. നിങ്ങൾ പരസ്പരം ഒത്തുചേർന്ന് വിനാശത്തിന് മുമ്പ് എല്ലാവർക്കും ബാബയുടെ പരിചയം എങ്ങനെ ലഭ്യമാകും എന്നതിൻ്റെ അഭിപ്രായമെടുക്കണം. ഗീതം: നീ രാത്രിയെ ഉറങ്ങി പാഴാക്കി, പകലിനെ ഭക്ഷിച്ചു പാഴാക്കി. ഓം ശാന്തി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. പിന്നെ ആ ഒന്നിനെ ഉയർന്നതിലും ഉയർന്ന കമാൻഡർ ഇൻ ചീഫ് എന്നും പറയാം. കാരണം നിങ്ങൾ സേനയാണല്ലോ. നിങ്ങളുടെ സുപ്രീം കമാൻഡർ ആരാണ്? ഇതും അറിയുന്നുണ്ട്. 2 സേനകളുണ്ട്. അത് ഭൗതികമാണ്, നിങ്ങൾ ആത്മീയമാണ്. അത് പരിധിയുള്ളത്, നിങ്ങൾ പരിധിയില്ലാത്തത്. നിങ്ങളിൽ കമാൻഡേഴ്സുമുണ്ട്, ജനറലുമുണ്ട്, ലെഫ്റ്റനൻറ്റുമുണ്ട്. കുട്ടികൾക്കറിയാം, നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമൊന്നുമില്ല. നമ്മൾ മുഴുവൻ വിശ്വത്തിലും വീണ്ടും തൻ്റെ ദൈവിക രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീമത്ത് അനുസരിച്ച്. കൽപ്പകൽപ്പങ്ങളിൽ നമ്മുടെ ഈ പാട്ട് അഭിനയിക്കപ്പെടുന്നു. ഇതെല്ലാം പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. ആ യുദ്ധങ്ങളിൽ ഈ കാര്യങ്ങളില്ല. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. ബാബയെ മാന്ത്രികനെന്നും രത്നാകരനെന്നും ജ്ഞാനത്തിൻ്റെ സാഗരമെന്നും പറയുന്നു. ബാബയുടെ മഹിമ അപാരമാണ്. നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് കേവലം ബാബയെ ഓർമ്മിക്കണം. മായ ഓർമ്മയുടെ മറവി വരുത്തുന്നു. നിങ്ങൾ ഡബിൾ അഹിംസകരായ ആത്മീയ സേനയാണ്. നിങ്ങൾക്ക് ഈ ചിന്തയുണ്ട്, നമ്മൾ തൻ്റെ രാജ്യം എങ്ങനെ സ്ഥാപനമാക്കട്ടെ എന്ന്. ഡ്രാമ തീർച്ചയായും ചെയ്യിക്കും. പുരുഷാർത്ഥമാകട്ടെ ചെയ്യേണ്ടതാണല്ലോ. ആരാണോ നല്ല നല്ല കുട്ടികൾ, അവർ പരസ്പരം അഭിപ്രായമെടുക്കണം. മായയോടുള്ള നിങ്ങളുടെ യുദ്ധം അന്തിമം വരെ തുടർന്നുകൊണ്ടിരിക്കും. മഹാഭാരത യുദ്ധം തീർച്ചയായും നടക്കണം എന്നതും അറിയുന്നുണ്ട്. ഇല്ലെങ്കിൽ പഴയ ലോകത്തിൻ്റെ വിനാശം എങ്ങനെ നടക്കും? ബാബ നമുക്ക് ശ്രീമത് നൽകുന്നു. നമ്മൾ കുട്ടികൾക്ക് വീണ്ടും തൻ്റെ രാജ്യഭാഗ്യം സ്ഥാപിതമാക്കണം. ഈ പഴയ ലോകത്തിൻ്റെ വിനാശമുണ്ടായി, പിന്നെ ഭാരതത്തിൽ ജയ ജയ ഘോഷം ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ നിമിത്തമാകുന്നു. അതിനാൽ പരസ്പരം ഒത്തുചേരണം. എങ്ങനെയെല്ലാം നമ്മൾ സേവനം ചെയ്യട്ടെ? എല്ലാവർക്കും ബാബയുടെ സന്ദേശം കേൾപ്പിക്കണം. ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം സംഭവിക്കേണ്ടതുണ്ട്. ബാബ പുതിയ ലോകത്തിൻ്റെ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൗകിക അച്ഛനും പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ കുട്ടികൾ സന്തോഷിക്കുന്നു. അത് പരിധിയുള്ള കാര്യമാണ്. ഇത് മുഴുവൻ വിശ്വത്തിൻ്റെയും കാര്യമാണ്. പുതിയ ലോകത്തെ സത്യയുഗമെന്നും പഴയ ലോകത്തെ കലിയുഗമെന്നും പറയുന്നു. ഇപ്പോൾ പഴയ ലോകമാണ്. ബാബ എപ്പോൾ എങ്ങനെ വന്ന് പുതിയ ലോകം സ്ഥാപിക്കും എന്നത് അറിയേണ്ടതാണ്. നിങ്ങളിലും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. വലുതിലും വലുത് ബാബയാണ്. ബാക്കി പിന്നെ നമ്പർ അനുസരിച്ച് മഹാരഥി, കുതിര സവാരി, കാലാൾ, കമാൻഡർ, ക്യാപ്റ്റൻ എന്നെല്ലാം കേവലം ഉദാഹരണം തന്ന് മനസ്സിലാക്കിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ പരസ്പരം ഒത്തുചേർന്ന് എല്ലാവർക്കും ബാബയുടെ പരിചയം എങ്ങനെ കൊടുക്കട്ടെ എന്നതിൻ്റെ അഭിപ്രായം എടുക്കണം. ഇതാണ് ആത്മീയ സേവനം. നമ്മൾ തൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ബാബ പുതിയ ലോകം സ്ഥാപിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് എങ്ങനെ നൽകട്ടെ? പഴയ ലോകത്തിൻ്റെ വിനാശവും മുന്നിൽ നിൽക്കുന്നു. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. മനുഷ്യർ ഇതും മനസ്സിലാക്കുന്നില്ല, മഹാഭാരത യുദ്ധത്തിനു ശേഷം പിന്നെ എന്തുണ്ടാകും എന്ന്.
നിങ്ങൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ സംഗമത്തിൽ പുരുഷോത്തമരായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് പുരുഷോത്തമനാക്കുവാൻ. ഇതിൽ യുദ്ധത്തിൻ്റെയോ മറ്റോ ഏതെങ്കിലും കാര്യം തന്നെയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, പതീത ലോകത്തിൽ പാവനമായ ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. പാവന ലോകത്തിൽ പിന്നെ പതീതമായ ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. ഇത്രയും ചെറിയ കാര്യം പോലും ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ ചിത്രങ്ങളുടെയും മറ്റും സാരം മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തിമാർഗത്തിൽ മനുഷ്യർ ജപം, തപം, ദാനം, പുണ്യം തുടങ്ങിയ എന്തെല്ലാം ചെയ്യുന്നുവോ അതിലൂടെ അല്പകാലത്തേക്ക് കാക്ക കാഷ്ടത്തിന് സമാനമായ സുഖത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നു. പക്ഷേ ആരെങ്കിലും ഇവിടെ വന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ ഈ കാര്യങ്ങൾ ബുദ്ധിയിൽ ഇരിക്കുകയുള്ളൂ. ഇത് ഭക്തിയുടെ രാജ്യമാണ്. ജ്ഞാനം അംശം പോലുമില്ല. പതീത ലോകത്തിൽ പാവനമായ ഒരാൾ പോലും ഇല്ലാത്തതുപോലെ ജ്ഞാനവും ഒന്നിലല്ലാതെ മറ്റാരിലുമില്ല. വേദശാസ്ത്രങ്ങൾ തുടങ്ങിയവ എല്ലാം ഭക്തിമാർഗത്തിൻ്റെതാണ്. പടികൾ ഇറങ്ങുക തന്നെ വേണം. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരായിരിക്കുന്നു. ഇതിൽ നമ്പർ വാറായ സേനയുണ്ട്. മുഖ്യമായവർ കമാൻഡർ, ക്യാപ്റ്റൻ, ജനറൽ തുടങ്ങിയവരാണ്. അവർ പരസ്പരം ഒത്തുചേർന്ന് അഭിപ്രായമെടുക്കണം. നമ്മൾ ബാബയുടെ സന്ദേശം എങ്ങനെ കൊടുക്കട്ടെ എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. മെസ്സഞ്ചർ, സന്ദേശവാഹകൻ അഥവാ ഗുരു ഒന്ന് തന്നെയാണ്. ബാക്കി എല്ലാവരും ഭക്തിമാർഗത്തിലേതാണ്. സംഗമയുഗി കേവലം നിങ്ങളാണ്. ഈ ലക്ഷ്മി നാരായണന്റെ എയിം ഓബ്ജക്റ്റ് തികച്ചും ആക്യുറേറ്റ് ആണ്. ഭക്തിമാർഗത്തിൽ സത്യനാരായണന്റെ കഥയും മൂന്നാമത്തെ നേത്രത്തിന്റെ കഥയും അമര കഥയും ഇരുന്ന് കേൾപ്പിക്കുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ സത്യമായ സത്യനാരായണന്റെ കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിലുള്ളത് പാസ്റ്റിലെ കാര്യങ്ങളാണ്. ആര് ഉണ്ടായിരുന്ന ശേഷം പോകുമ്പോൾ അവരുടെ ക്ഷേത്രവും മറ്റും പിന്നീട് നിർമ്മിക്കുന്നു. ഏതുപോലെ ശിവ് ബാബ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഭക്തിമാർഗത്തിൽ സ്മാരകം ഉണ്ടാക്കുന്നത് പോലെ. സത്യയുഗത്തിൽ ശിവന്റെയും ലക്ഷ്മി നാരായണന്റെയും മറ്റും ചിത്രങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. ജ്ഞാനം തികച്ചും വ്യത്യസ്തമാണ്, ഭക്തി വ്യത്യസ്തമാണ്. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. അതിനാൽ ബാബ പറഞ്ഞിരിക്കുന്നു, ഹിയർ നോ ഈവിൾ, ടോക്ക് നോ ഈവിൾ. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ എത്ര സന്തോഷമുണ്ട്. പുതിയ ലോകം സ്ഥാപനമായിക്കൊണ്ടിരിക്കുന്നു. സുഖധാമത്തിൻ്റെ സ്ഥാപനയ്ക്ക് വേണ്ടി ബാബ നമുക്ക് വീണ്ടും ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിലും നമ്പർ 1 ഡയറക്ഷൻ നൽകുന്നു, പാവനമാകൂ. എല്ലാവരും പതീതമാണല്ലോ. അതിനാൽ ആരാണോ നല്ല നല്ല കുട്ടികൾ അവർ പരസ്പരം ഒത്തുചേർന്ന് അഭിപ്രായമുണ്ടാക്കണം. സേവനം എങ്ങനെ വർദ്ധിപ്പിക്കട്ടെ, ദരിദ്രർക്ക് എങ്ങനെ സന്ദേശം നൽകട്ടെ. ബാബ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ വന്നിരിക്കുന്നു. പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. രാജധാനി തീർച്ചയായും സ്ഥാപിതമാകണം. തീർച്ചയായും മനസ്സിലാക്കും. ആരാണോ ദേവീ ദേവതാ ധർമ്മത്തിലേതല്ലാത്തത് അവർ മനസ്സിലാക്കുകയില്ല. വിനാശകാലെ ഈശ്വരനോട് വിപരീത ബുദ്ധിയാണല്ലോ. നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മുടെ നാഥനാണ്. അതിനാൽ നിങ്ങൾക്ക് വികാരത്തിലേക്ക് പോകുവാൻ പാടില്ല, അടിയും വഴക്കും കൂടുവാൻ പാടില്ല. നിങ്ങളുടെ ബ്രാഹ്മണധർമ്മം വളരെ ഉയർന്നതാണ്. അവർ ശൂദ്രധർമ്മത്തിലേതാണ്, നിങ്ങൾ ബ്രാഹ്മണധർമ്മത്തിലേതാണ്. നിങ്ങൾ കുടുമിയാണ്, അവർ പാദമാണ്. കുടുമിക്ക് ഉപരിയാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ നിരാകാരൻ. ഈ കണ്ണുകളിലൂടെ കാണാത്തത് കാരണം വിരാട് രൂപത്തിൽ കുടുമിയെയും അതായത് ബ്രാഹ്മണനെയും ശിവ് ബാബയെയും കാണിക്കുന്നില്ല. കേവലം പറയുന്നു ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആരാണോ ദേവതയാകുന്നത് അവർ തന്നെ വീണ്ടും പുനർജന്മമെടുത്ത് ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകുന്നു. വിരാട് രൂപത്തിൻ്റെയും അർത്ഥം ആരും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ കറക്റ്റ് ചിത്രം ഉണ്ടാക്കണം. ശിവ് ബാബയെയും കാണിച്ചിരിക്കുന്നു, ബ്രാഹ്മണരെയും കാണിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഈ സന്ദേശം നൽകണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. നിങ്ങളുടെ ജോലിയാണ്
സന്ദേശം നൽകുക എന്നത്. ഏതുപോലെ ബാബയുടെ മഹിമ അപാരമാണോ, അതേപോലെ ഭാരതത്തിനും വളരെയധികം മഹിമയുണ്ട്. ഇതും ആരെങ്കിലും 7 ദിവസം കേട്ടാലേ ബുദ്ധിയിലിരിക്കുകയുള്ളൂ, ഒഴിവു സമയമില്ല എന്ന് പറയുന്നു. പകുതി കൽപ്പം വിളിച്ചു വരികയായിരുന്നു, ഇപ്പോൾ ആ ഒന്ന് പ്രാക്ടിക്കൽ വന്നിരിക്കുന്നു. ബാബയ്ക്ക് അന്തിമത്തിലാണ് വരേണ്ടത്. ഇതും നിങ്ങൾ ബ്രാഹ്മണർക്കറിയാം. നമ്പർ 1 പുരുഷാർത്ഥമനുസരിച്ച് പഠനം ആരംഭിച്ചു. നിശ്ചയമുണ്ടായി, പ്രിയതമൻ വന്നിരിക്കുന്നു. ആരെയാണോ നമ്മൾ വിളിച്ചിരുന്നത്, തീർച്ചയായും ആ ഒന്ന് ഏതെങ്കിലും ശരീരത്തിൽ വന്നിട്ടുണ്ടാകും. ആ ഒന്നിന് തൻ്റെതായ ശരീരമില്ല. ബാബ പറയുന്നു, ഞാൻ ഈ ദേഹത്തിൽ പ്രവേശിച്ച് നിങ്ങൾ കുട്ടികൾക്ക് സൃഷ്ടിചക്രത്തിൻ്റെയും രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് നൽകുന്നു. ഇത് മറ്റാരും അറിയുന്നില്ല. ഇത് പഠനമാണ്. വളരെ സഹജമാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ എത്ര ധനികരാക്കി മാറ്റുന്നു. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങളെപ്പോലെ പവിത്രവും സുഖമുള്ളവരും ആരും തന്നെയില്ല. നിങ്ങൾ കുട്ടികൾ ഈ സമയം എല്ലാവർക്കും ജ്ഞാനം ദാനം നൽകുന്നു. ബാബ നിങ്ങൾക്ക് രത്നങ്ങളുടെ ദാനം നൽകുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നു. ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. നിങ്ങൾ തന്നെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് ശ്രീമത്തനുസരിച്ച് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. എത്ര ഉയർന്ന കാര്യമാണ്. നിങ്ങൾ ഗുപ്തസേനയാണ്, ആർക്കും തന്നെ അറിയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം എടുത്തുകൊണ്ടിരിക്കുന്നു. ശ്രീമത്തിലൂടെ ശ്രേഷ്ഠമാകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ശ്രീകൃഷ്ണന് ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. കൃഷ്ണൻ പ്രിൻസ് ആയിരുന്നു. നിങ്ങൾ പ്രിൻസ് ആകുന്നുവല്ലോ. സത്യയുഗത്തിലും ത്രേതായിലും പവിത്ര പ്രവൃത്തി മാർഗമാണ്. അപവിത്ര രാജാക്കന്മാർ പവിത്ര രാജാവിനെയും റാണിയെയും ലക്ഷ്മി നാരായണന്മാരുടെ പൂജ ചെയ്യുന്നു. പവിത്ര പ്രവൃത്തി മാർഗത്തിലുള്ളവരുടെ രാജ്യം നടക്കുന്നു. പിന്നെ ഉണ്ടാകുന്നത് അപവിത്ര പ്രവൃത്തി മാർഗമാണ്. പകുതിയാണല്ലോ പകലും രാത്രിയും. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമാണെങ്കിൽ പിന്നെ പകുതി ആവുക സാധ്യമല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ വാസ്തവത്തിൽ ദേവതാധർമ്മത്തിലായിരുന്ന ഹിന്ദുക്കളുടെ സംഖ്യ വളരെ വലുതാകുമായിരുന്നേനെ. എണ്ണമറ്റതാകേണ്ടതാണ്. ഇപ്പോഴാണെങ്കിൽ എണ്ണം എടുക്കുന്നുവല്ലോ. ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്. വീണ്ടും ഉണ്ടാകും. മൃത്യു മുന്നിൽ നിൽക്കുന്നു. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. അതിനാൽ പരസ്പരം ഒത്തുചേർന്ന് സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കണം. സേവനം ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. പുതിയ ചിത്രങ്ങൾ വരുന്നു. എക്സിബിഷനും നടത്തുന്നു. ശരി, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നല്ല ആത്മീയ മ്യൂസിയം തുറക്കൂ. സ്വയം കണ്ടിട്ട് പോകുമ്പോൾ പിന്നെ മറ്റുള്ളവരെയും അയക്കും. ദരിദ്രർ അഥവാ ധനികർ ദാനധർമ്മങ്ങൾക്കായി നീക്കിവെക്കാറുണ്ടല്ലോ. സമ്പന്നർ കൂടുതൽ നീക്കിവെക്കും. ഇതിലും ഇങ്ങനെ തന്നെയാണ്. ചിലർ 1000 നീക്കിവെക്കും, ചിലർ കുറച്ച്. ചിലർ 2 രൂപയും അയക്കുന്നു. 1 രൂപയുടെ ഇഷ്ടിക വയ്ക്കണം എന്ന് പറയുന്നു. 1 രൂപ 21 ജന്മത്തേക്ക് ശേഖരിക്കലാണ്. ഇത് ഗുപ്തമാണ്. ദരിദ്രരുടെ 1 രൂപയും ധനികന്റെ 1000-ഉം തുല്യമാകുന്നു. ദരിദ്രരുടെ അടുക്കൽ അല്പമേ ഉള്ളൂ. അപ്പോൾ എന്തു ചെയ്യാൻ സാധിക്കും? കണക്കുണ്ടല്ലോ. വ്യാപാരികൾ ദാനധർമ്മങ്ങൾക്കായി നീക്കിവെക്കുന്നു. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബാബയെ സഹായിക്കണം. ബാബ പിന്നെ റിട്ടേണായി 21 ജന്മത്തേക്ക് നൽകുന്നു. ബാബ വന്ന് ദരിദ്രരെ സഹായിക്കുന്നു. ഇപ്പോഴാകട്ടെ ഈ ലോകം തന്നെ ഉണ്ടായിരിക്കില്ല. എല്ലാം മണ്ണിനോട് ചേരും. ഇതും അറിയുന്നു. സ്ഥാപനം തീർച്ചയായും നടക്കണം, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ. നിരാകാരനായ ബാബ പറയുന്നു, കുട്ടികളെ, ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ത്യാഗം ചെയ്ത് ഒരു ബാബയെ ഓർമ്മിക്കൂ. ഈ ബ്രഹ്മാവും രചനയാണല്ലോ. ബ്രഹ്മാവ് ആരുടെ കുട്ടിയാണ്? ആരാണ് രചിച്ചത്? ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതും ആരും അറിയുന്നില്ല. ബാബ വന്ന് സത്യമായ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രഹ്മാവും തീർച്ചയായും മനുഷ്യ സൃഷ്ടിയിൽ തന്നെ ഉണ്ടാകും. ബ്രഹ്മാവിൻ്റെ വംശാവലി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ മനുഷ്യ സൃഷ്ടിയുടെ രചന എങ്ങനെ രചിക്കുന്നു? ഇത് ആരും അറിയുന്നില്ല. ബ്രഹ്മാവ് ഇവിടെയാണ്
ഉണ്ടായിരിക്കേണ്ടത്. ബാബ പറയുന്നു, ഇദ്ദേഹത്തിൽ ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. ഇദ്ദേഹവും വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലാണ്. ഇദ്ദേഹം പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ബ്രഹ്മാവ് ക്രിയേറ്റർ അല്ല, ക്രിയേറ്റർ ഒരു നിരാകാരൻ തന്നെയാണ്. ആത്മാക്കളും നിരാകാരമാണ്, അത് അനാദിയാണ്. ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് പേരുമാറ്റി. നിങ്ങൾ ബ്രാഹ്മണരുടെയും പേരുമാറ്റി. നിങ്ങൾ രാജ ഋഷിയാണ്. ആരംഭത്തിൽ സന്യാസം ചെയ്ത് കൂടെ കഴിയുവാൻ തുടങ്ങി, അപ്പോൾ പേരുമാറ്റി. പിന്നെ മായ ഭക്ഷിക്കുന്നു എന്ന് കണ്ടു, അപ്പോൾ മാല തയ്യാറാക്കുന്നതും പേരുവെക്കുന്നതും ഉപേക്ഷിച്ചു. ഈ കാലത്ത് ലോകത്തിൽ ഓരോ കാര്യത്തിലും വളരെയധികം ചതിവുണ്ട്. പാലിൽ പോലും ചതിവുണ്ട്. സത്യമായ വസ്തു കിട്ടുന്നതേയില്ല. ബാബയുടെ കാര്യത്തിലും ചതിവുണ്ട്. സ്വയം ഭഗവാനാണ് എന്ന് പറയുവാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്. നിങ്ങളിലും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ചാണ്. ആര് എങ്ങനെ പഠിക്കുന്നു, പിന്നെ പഠിപ്പിക്കുന്നു, എന്ത് പദവി നേടും, ഇത് ബാബയ്ക്കറിയാം. നമ്മൾ ബാബയിലൂടെ വേൾഡിൻ്റെ ക്രൗൺ പ്രിൻസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന നിശ്ചയമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്ത് കാണിക്കണം. നമ്മൾ ക്രൗൺ പ്രിൻസ് ആയി. പിന്നെ 84ന്റെ ചക്രം കറങ്ങി ഇപ്പോൾ വീണ്ടും ആകുന്നു. ഇത് നരകമാണ്. ഇതിൽ ഒന്നും അവശേഷിക്കുന്നില്ല. പിന്നെ ബാബ വന്ന് ഭണ്ഡാരം നിറച്ച് കാലക്കേടുകൾ മാറ്റുന്നു. നിങ്ങൾ എല്ലാവരോടും ചോദിക്കൂ, ഇവിടെ ഭണ്ഡാരം നിറയ്ക്കുവാൻ വന്നിരിക്കുകയല്ലേ? അമരപുരിയിൽ കാലൻ വരിക സാധ്യമല്ല. ബാബ വരുന്നത് തന്നെ ഭണ്ഡാരം നിറച്ച് കാലക്കേടുകൾ അകറ്റുവാനാണ്. അത് അമരലോകമാണ്, ഇത് മൃത്യുലോകമാണ്. ഇങ്ങനെയുള്ള മധുരമധുരമായ കാര്യങ്ങൾ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. ആവശ്യമില്ലാത്തവ പാടില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നതിനുള്ള പഠനം പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് ഒഴിവു സമയമില്ല എന്ന് ഒരിക്കലും പറയരുത്. ശ്രീമത്തിലൂടെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് ഭാരതത്തെ സ്വർഗമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. പരസ്പരം വളരെ മധുരമധുരമായ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. ബാബയുടെ ഈ ഡയറക്ഷൻ സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഹിയർ നോ ഈവിൾ, ടോക്ക് നോ ഈവിൾ. വരദാനം: പരിധിയുള്ള സർവ കാമനകളുടെ മേലും ജയം പ്രാപ്തമാക്കുന്ന കാമജീത്തും ജഗജ്ജീത്തുമായി ഭവിക്കട്ടെ. കാമവികാരത്തിൻ്റെ അംശമാണ് സർവ പരിധിയുള്ള കാമനകളും. കാമന ഒന്നാണ് വസ്തുക്കളുടേത്, രണ്ടാമത്തേതാണ് വ്യക്തികളിലൂടെ പരിധിയുള്ള പ്രാപ്തിയുടേത്, മൂന്നാമത്തേതാണ് സംബന്ധങ്ങൾ നിറവേറ്റുന്നതിലുള്ളത്, നാലാമത്തേതാണ് സേവാഭാവനയിൽ പരിധിയുള്ള കാമനയുടെ ഭാവം. ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ പ്രതി വിശേഷ ആകർഷണമുണ്ടാകുന്നത്, അതായത് ഇച്ഛയല്ല, പക്ഷേ ഇവർ നല്ലതായി തോന്നുന്നു എന്നതും കാമവികാരത്തിൻ്റെ അംശമാണ്. എപ്പോഴാണോ ഈ സൂക്ഷ്മ അംശം പോലും സമാപ്തമാകുന്നത്, അപ്പോൾ കാമജീത് ജഗജ്ജീത് എന്ന് പറയും. സ്ലോഗൻ: ഹൃദയത്തിൽ നിന്നുള്ള തിരിച്ചറിവിലൂടെ ഹൃദയേശ്വരനായ ബാബയുടെ ആശീർവാദങ്ങൾ നേടുന്നതിൻ്റെ അധികാരിയാകൂ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. മനസ്സ് സ്വയം ഒരു സൂക്ഷ്മ ശക്തിയാണ്. അത് കൺട്രോളിൽ ആകണം, അതായത് ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ പാസ് വിത്ത് ഓണർ അഥവാ രാജ്യ അധികാരിയാകും. സങ്കല്പശക്തി ശേഖരിക്കുന്നതിനായി എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെ ചെയ്യൂ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സങ്കല്പം സ്റ്റോപ്പ് ആകണം. സേവനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ സേവനത്തിൽ ഏർപ്പെടണം. പരംധാമത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പരംധാമത്തിൽ എത്തിച്ചേരണം. ഈ വിധം കൺട്രോളിംഗ് പവർ ശേഖരിക്കൂ.
വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായി ആ ജ്യോതി ദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യ ഭാവത്തിൽ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ ഏകാഗ്രമാക്കുന്നു. അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ
സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കല്പം അവരിലേക്ക് ഞാൻ അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.